നമുക്കിന്ന് ഒരു എഗ് റോസ്റ്റ് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് സവാള കട്ട് ചെയ്യണം, പിന്നെ തക്കാളി വേണം. തക്കാളിയും സവാളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. എത്ര ക്വാണ്ടിറ്റിയിലാക്കുന്നോ അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഒരു കടായി അടുപ്പിൽ വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ ഇടണം. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പില ഇടണം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചതുക്കിയതും കൂടി ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും കൂടെ അതിലേക്ക് ചേർക്കാം. സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നമ്മുടെ ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച് നമുക്ക് അളവിൽ വ്യത്യാസം വരുത്താം. അധികം ആക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാം അധികം എടുക്കണം. സവാള ഇട്ട് എല്ലാം കൂടി നല്ലോണം വഴറ്റിയെടുക്കണം. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താം. സവാള നന്നായി വഴഞ്ഞു വരണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് വഴഞ്ഞു വന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം നന്നായി വഴഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. അധികം പൊടികളൊന്നും ആവശ്യമൊന്നുമില്ല. നമുക്കതിനിടയിൽ മുട്ട വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് മാത്രമേ പൊടികളായിട്ട് ആവശ്യമുള്ളൂ. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെക്കാം. ഗരം മസാല വേണമെങ്കിൽ കുറച്ച് ചേർക്കാം, നിർബന്ധമൊന്നുമില്ല. ഇനി നന്നായി വഴഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുട്ട ഇതിലേക്ക് ഇടണം. മുട്ട ഇടുന്ന സമയത്ത് മുട്ട ഒന്ന് വരഞ്ഞു കൊടുക്കണം. മസാലയൊക്കെ മുട്ടൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. മുട്ട ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. മുട്ടയ്ക്ക് നല്ലൊരു മുട്ടൻ്റെ ടേസ്റ്റൊക്കെ ആ കറിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാത്തിനും നല്ലൊരു റെസിപ്പി കറിയാണിത്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.